വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, SSLC ഹിന്ദി വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ കീ പോയിന്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ രണ്ട് ചാപ്റ്ററുകളാണ് വരുന്നത്. ഒന്ന് മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിതയും വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയും. മക്കളെ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് വെയിറ്റേജ് തന്നിരിക്കുന്നത് 8 മാർക്കാണ്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് നമുക്ക് 8 മാർക്കാണ് വെയിറ്റേജ് തന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിതയിൽ നിന്ന് 4 മാർക്കിന് വരാം. അപ്പോൾ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിൽ നിന്ന് 4 മാർക്കിന് വരും. അതല്ലെങ്കിൽ മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന കവിതയിൽ നിന്ന് ആശയം ഒന്നും ചോദിക്കാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ 1-2 മാർക്കിനൊക്കെ വരും. അപ്പോൾ വൈറ്റ് ക്യാപ്പിൽ നിന്ന് 6 മാർക്കിന് വരും. എന്തായാലും വൈറ്റ് ക്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായും ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ്സുകൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയാണ് എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഡയറി, ലെറ്റർ, അതുപോലെ 1 മാർക്ക്, 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ഈസിയായി ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. നോക്കാം. പരീക്ഷ ഗതം ഹോനേക്കെ ബാദ്, പരീക്ഷ അവസാനിച്ചതിന് ശേഷം, ഗതം ഹോന അവസാനിക്കുക, പരീക്ഷ അവസാനിച്ചതിന് ശേഷം കേശവ് അപ്പനെ മാതാപിതാക്കെ പാസ് ജാനെ കെ ലിയെ ജിന്ദ് കർത്താ ഹെ, കേശവൻ തന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണമെന്ന് ജിന്ദ് കർത്താ ഹെ, വാശി പിടിക്കുന്നു. നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമാണ് നമ്മുടെ കേശവൻ. അവനൊരു കൊച്ചു പയ്യനാണ്. അവൻ അവന്റെ മുത്തശ്ശന്റെ അടുത്താണ് താമസിക്കുന്നത്. അവിടെ നിന്നും അവന്റെ പാരന്റ്സിന്റെ അടുത്തോട്ട് പോകണമെന്ന് അവൻ വാശി പിടിക്കുന്നു. ദാദാജി ഉസേ ലേക്കർ, അവന്റെ ദാദാജി ഗ്രാൻഡ് ഫാദർ, ഉസേ ലേക്കർ അവനുമായി മാതാപിതാക്കെ പാസ് ജാത്തെ, അവന്റെ പാരന്റ്സിന്റെ അടുത്തേക്ക്, അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് എന്താ സംഭവിച്ചത്? കേശവക്കോ അസ്ഥായി ഡേരേമേ അകേലേ രഹ്ന പഡ്താ ഹെ, കേശവക്കോ കേശവന് അസ്ഥായി ഡേരേമേ, അസ്ഥായി ഡേരെ താൽക്കാലിക കൂടാരത്തിൽ, അകേലെ അകേലെ മീൻസ് ഒറ്റയ്ക്ക്, രഹ്ന പഡ്താ ഹെ നിൽക്കേണ്ടി വരുന്നു. അവന്റെ അമ്മയും അച്ഛനും ജോലിക്ക് പോകുമ്പോൾ അവൻ അവന്റെ കുടിലിൽ ഒറ്റക്കാകും. അമ്മയും അച്ഛനും ജോലിക്ക് വന്നതാണ് ഇങ്ങോട്ട്. അവരവിടെ ഒരു താൽക്കാലിക കുടിലിലാണ് താമസിക്കുന്നത്. അമ്മയും അച്ഛനും ജോലിക്ക് പോയാൽ കേശവൻ അവിടെ അവരുടെ അസ്ഥായി ഡേരേമേ താൽക്കാലിക കുടിലിൽ അകേലെ രഹനാപ്പെടുത്ത അവൻ ഒറ്റക്ക് നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ നമ്മുടെ കേശവൻ എന്താണ് ചെയ്തത്? കേശവ് ബാഹർ നികൽക്കർ, കേശവൻ പുറത്തേക്ക് ഇറങ്ങി, പൂരി കോളനി കാ ചക്കർ ലഗാനെ ലഗതാഹെ, കോളനി മുഴുവൻ ചുറ്റിക്കറങ്ങാൻ തുടങ്ങുന്നു. പൂരി കോളനി, കോളനി മുഴുവൻ ചക്കർ ലഗാനെ ലഗതാഹെ, ചുറ്റിക്കറങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ കേശവൻ എവിടെ എത്തി? വഹ് ക്രിക്കറ്റ് ഖേൽനെ വാലെ ലഡ്കോം കെ പാസ് പഹുഞ്ചതാ ഹെ, ക്രിക്കറ്റ് ഖേൽനെ വാലെ, ക്രിക്കറ്റ് കളിക്കുന്ന, ലഡ്കോം കെ പാസ് കുട്ടികളുടെ അടുത്ത്, പഹുഞ്ചതാ ഹെ എത്തുന്നു. കേശവൻ കോളനി മുഴുവൻ ചുറ്റിക്കറങ്ങി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നു. നമ്മുടെ കേശവന് ക്രിക്കറ്റ് കളി വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഹർദിൻ, എല്ലാ ദിവസവും, വഹ് ക്രിക്കറ്റ് ദേഖിനെ കെ ലിയെ ജാതാ ഹെ, അവൻ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പോയി പോയി കേശവ് വഹാം കെ ഷഹരി ബച്ചോം കാ ഹംസി മസാഖ് കാ പാത്ര ബൻ ജാത്താ ഹെ, കേശവൻ വഹാം കെ അവിടെയുള്ള, ഷഹരി ബച്ചോം കാ നഗരത്തിലെ കുട്ടികളുടെ, ഹംസി മസാഖ് കാ ഒരു പരിഹാസത്തിന്റെ കഥാപാത്രമായി ബൻ ജാത്താ ഹെ മാറുന്നു. കേശവൻ അവിടെയുള്ള നഗരത്തിലെ കുട്ടികളുടെ, ഹംസി മസാഖ് പരിഹാസ കഥാപാത്രമായിട്ട് അവൻ മാറുകയാണ്. ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ അവനോട് എന്താണ് ചെയ്തത്? ക്രിക്കറ്റ് ഗേലിനെ വാലയിലെടുക്കെ, ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ കേശവുക്കോ കേശവനെ അപ്പനെ ഫായതയ്ക്ക്, തന്റെ ഫായതക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഫായത മീൻസ് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ കേശവനെ ഉപയോഗിച്ചത്. ജബ് ഗിലാഡി കം ഹോത്തെ, എന്നാൽ എപ്പോഴാണോ ഗിലാഡി പ്ലേയേഴ്സ് കളിക്കാര്, കം ഹോത്തെ ഗിലാഡി മീൻസ് കളിക്കാര്, കം ഹോത്തെ കുറവാകുന്നത്, തബി അപ്പോഴാണ് കേശവുക്കും അവർ കേശവനെ ഗിലായ ജാത്താത കളിപ്പിച്ചിരുന്നത്. കളിക്കാർ കുറവാകുമ്പോൾ മാത്രമാണ് അവർ കേശവനെ കളിക്കാൻ കൂട്ടിയത്. ഉസേ ഗന്ദി നാലി സെ ബാൾ ലാനെ ജൈസെ മുഷ്കിൽ കാം കാർവായെ ജാത്തേതെ, ഉസേ അവനെ കൊണ്ട് അവരെന്ത് ചെയ്യിപ്പിച്ചു? ഗന്ദി നാലെ മലിനമായ ചാലിൽ നിന്ന്, നാലി മീൻസ് തോട്, ചാല്, മലിനമായ ചാലിൽ നിന്നൊക്കെ, ബോൾ ലാനെ ബോള് കൊണ്ടുവരിക, ജൈസെ മുതലായ, മുഷ്കിൽ കാം മുഷ്കിൽ ബുദ്ധിമുട്ടുള്ള, മുഷ്കിൽ ഡിഫിക്കൽറ്റ് ബുദ്ധിമുട്ടുള്ള, കാം ജോലികളൊക്കെയാണ് കറുവായ ജാത്യത അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അവർ കളിക്കുന്നതിനിടയിൽ ബോള് അഴുക്ക് ചാലിലൊക്കെ പോയാൽ അത് കൊണ്ടുവരാനുള്ള ജോലിയൊക്കെയാണ് അവർ കേശവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ കേശവൻ ബിനാ കിസി
ഷിക്കായത്ത് ബിനാ കിസി ഷിക്കായത്ത് യാതൊരു പരാതിയുമില്ലാതെ ഷിക്കായത്ത് പരാതി ബിനാ കിസി ഷിക്കായത്ത് യാതൊരു പരാതിയുമില്ലാതെ സബ് കർത്താത എല്ലാം ചെയ്യുമായിരുന്നു ക്യോങ്കി കാരണം എന്തിനാണ് അവൻ ചെയ്തിരുന്നത് വഹ് ഉൻകെ സാത്ത് ഗേൽന ചാഹ്താത വഹ് അവന് ഉൻകെ സാത്ത് അവരുടെ കൂടെ സാത്ത് കൂടെ അവരുടെ കൂടെ ഗേൽന കളിക്കാൻ ചാഹ്താത അവൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് അവന് യാതൊരു പരാതിയുമില്ലാതെ എല്ലാം ചെയ്തു എന്നാൽ അവർ നമ്മുടെ കേശവനെ കളിക്ക് കൂട്ടിയോ ഇല്ല കേശവനെ കോയി ബി ടീമെ ഒരു ടീമിലും നെഹി ഗിലാത്താത അവർ കളിപ്പിച്ചില്ല അവർ കേശവനെ ഒരു ടീമിലും കളിപ്പിച്ചില്ല ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കേശവന്റെ ഡയറിയോ ലെറ്ററോ പ്രതീക്ഷിക്കാം എന്നെ അവർ കളിയിൽ കൂട്ടിയില്ല എന്ന് പറഞ്ഞ് സങ്കടമുള്ള കേശവന്റെ ഒരു സങ്കടത്തിന്റെ ഡയറി വരാം അല്ലെങ്കിൽ ഈ സങ്കടം പറഞ്ഞ് കേശവൻ തന്റെ സുഹൃത്തിന് കത്തെഴുതുന്നതായിട്ടും വരാം ഇങ്ങനെ വന്നാൽ നിങ്ങൾ ആദ്യം തന്നെ ഡയറി ആണെങ്കിൽ ഡയറിയുടെ ഫോർമാറ്റ് എഴുതി കൊടുക്കുക ലെറ്റർ ആണെങ്കിൽ ലെറ്ററിന്റെ ഫോർമാറ്റ് എഴുതി കൊടുക്കുക എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡയറിയിലും ലെറ്ററിലും എഴുതാനുള്ള പ്രധാന കാര്യങ്ങളൊക്കെ ലഭിക്കും ഇവിടെ കേശവൻ എഴുതുന്ന ഡയറി ആയതുകൊണ്ട് കേശവ് എന്നിടത്തൊക്കെ ഞാൻ എന്നാക്കിയിട്ട് മാറ്റണം ഇവിടെ നിങ്ങളുടേതായ ചില യുക്തികളൊക്കെ നിങ്ങൾ ഇതിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അതുപോലെ ഡയറി ആകുമ്പോൾ ഓരോ സെന്റൻസും നമുക്ക് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത് ഭൂതകാലത്തിലാണ് എഴുതേണ്ടത് ബാക്കി പോയിന്റ്സുകൾ കൂടി നോക്കാം ഏക് ദിൻ വഹ് മാതാപിതാ സെ ബല്ല ഔർ ഗേന്ദ് മാങ്താ ഹേ ഏക് ദിൻ ഒരു ദിവസം വഹ് മാതാപിതാ സെ അവൻ അമ്മയോടും അച്ഛനോടും ബല്ല ഔർ ഗേന്ദ് ബാറ്റും ബോളും ബല്ല മീൻസ് ബാറ്റ് ബാറ്റ് ബാറ്റും ഗേന്ദ് പന്ത് മാങ്താ ഹേ ആവശ്യപ്പെടുന്നു ലേക്കിൻ പക്ഷേ പാഞ്ചവി മേം അച്ഛേ നമ്പർ ആനേക്ക് ബാത് ദിലാനേക്ക് ബാത്ത് കഹത്തെ ഹെ അവരെന്ത് പറഞ്ഞു പാഞ്ചവി മേം 5ാം ക്ലാസ്സിൽ നിന്ന് അച്ഛേ നമ്പർ നല്ല മാർക്ക് ആനേക്ക് ബാത് വന്നതിന് ശേഷം നല്ല മാർക്ക് വാങ്ങിയതിന് ശേഷം ദിലാനേക്ക് ബാത്ത് കഹത്തെ ഹെ വാങ്ങിക്കൊടുക്കാമെന്ന് അവർ പറയുന്നു അവനൊരു ദിവസം അവന്റെ അമ്മയോടും അച്ഛനോടും ബാറ്റും ബോളും വാങ്ങിച്ചു തരാൻ പറയുന്നു പക്ഷെ 5ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയാൽ അവന് വാങ്ങിച്ചു തരാമെന്ന് അവര് പറയുന്നു एक दिन ഒരു ദിവസം ബോൾ നിർമ്മാണാധീൻ ഇമാരത്ത് കി ഛത്ത് പർ ഗിർ ജാതി ഹേ ഒരു ദിവസം പന്ത് നിർമ്മാണത്തിലായിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണു അവൻ പതിവ് പോലെ കളി കാണാൻ പോയി കളിക്കുന്നതിന്റെ ഇടയില് കുട്ടികളുടെ പന്ത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് വീഴുന്നു ഈ ഛത്ത് മീൻസ് റൂഫ് എന്നാണ് കേട്ടോ മേൽക്കൂര ഗിർജാത്തി ഹെ വീഴുന്നു കേശവ് ഗേന്ദ് ലേനേക്കിലെ കേശവൻ പന്തെടുക്കാൻ വേണ്ടി ഗേന്ദ് ലേനേക്കിലെ പന്തെടുക്കാൻ വേണ്ടി അസ്ഥായി ചാലീസെ ഊപ്പർ ചടുത്താ ഹേ അസ്ഥായി ചാലി മീൻസ് ഒരു സ്ഥിരതയില്ലാത്ത ചാലി സ്ഥിരതയില്ലാത്ത കോണി എന്ന് വേണമെങ്കിൽ പറയാം ബിൽഡിംഗ് പണിക്കൊക്കെ വേണ്ടിയിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കോണിയാണ് അസ്ഥായി ചാലീസെ ഊപ്പർ അസ്ഥായി സ്ഥിരതയില്ലാത്ത കോണിയിലൂടെ ഊപ്പർ ചടുത്താഹെ മുകളിലേക്ക് കയറുന്നു കേശവ് ഛത്ത് സേ ഗിർക്കർ ബേഹോഷ് ഹോ ഗയാ കേശവൻ ഛത്ത് സേ ഗിർക്കർ റൂഫിൽ നിന്ന് വീണിട്ട് ബേഹോഷ് ഹോ ഗയാ ബേഹോഷ് അബോധാവസ്ഥയിലായി ബേഹോഷ് ഹോന അബോധാവസ്ഥയിലായി കേശവ് ഛത്ത് ഛത്ത് സേ ഗിർക്കർ റൂഫിൽ നിന്ന് വീണിട്ട് ബേഹോഷ് ഹോ ഗയ അബോധാവസ്ഥയിലായി ഉൻകെ ഹാത്ത് പയർ കി ഹട്ടിയാം ഡൂണ്ട് ഗയി ഹാത്ത് പയർക്കി അവന്റെ കൈയിലെയും കാലിലെയും ഹട്ടിയ ബോൺസുകൾ എല്ലുകളൊക്കെ ഡൂണ്ടുകയും പൊട്ടി അവന്റെ കൈകാലുകളിലെ എല്ലുകളൊക്കെ പൊട്ടി ആസ്പത്താലിലെ ജാനേക്ക ഫൈസ്ല കർത്തേഹെ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ തീരുമാനിക്കുന്നു ഫൈസ്ല മീൻസ് തീരുമാനിക്കുന്നു ആസ്പത്താലിലെ ജാനേക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ ഫൈസ്ല കർത്താഹെ തീരുമാനിക്കുന്നു കേശവ് കെ ഹാത്ത് പയർ പർ പ്ലാസ്റ്റർ ദേക്കർ ലഡുക്കോം കോ അപ്പനെ ഗലത്തി കാ പച്ചത്താവാ ഹുവാ കേശവന്റെ ഹാത്ത് പയർപ്പർ കയ്യിലും കാലിലുമുള്ള പ്ലാസ്റ്റർ കണ്ടപ്പോൾ ലഡുക്കോംകോ കുട്ടികൾക്ക് അപ്പനി ഗലത്തീക്ക പശ്ചാത്താവാഹു തന്റെ തെറ്റിൽ പശ്ചാത്താപം തോന്നി അവർ അവനെ കളിക്കാനൊന്നും കൂട്ടിയില്ല എന്ന പശ്ചാത്താപം ആ പന്ത് കളിക്കുന്ന കുട്ടികൾക്കിടയിൽ ഉണ്ടായി കേശവ് അങ്ങനെ കയ്യിലും കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ട് അവന്റെ നാട്ടിലോട്ട് പോവുകയാണ് ഗാവ് ജാത്തെ സമയം അവന്റെ ഗ്രാമത്തിൽ പോകുന്ന സമയത്ത് ലഡുക്കോംനെ കുട്ടികൾ കേശവുക്കോ കേശവന് തടഞ്ഞു അല്ലെ കേശവ് പോകുന്ന ഓട്ടോ അവര് തടഞ്ഞു നിർത്തി എന്നൊക്കെ നമ്മൾ കണ്ടു കേശവുക്കോ രോക്കോ കേശവനെ തടഞ്ഞു കപ്താനെ ലൗട്ട്നേക്കെ ബാദൂസി ടീമേം കേലിനേക്കാ പുലാവാദിയ ആരാണ് കപ്താൻ ക്യാപ്റ്റൻ ആണ് കേട്ടോ കപ്താന് ടീമിലെ ക്യാപ്റ്റൻ ലൗട്ട്നേക്കെ ബാദ് തിരികെ വന്നതിന് ശേഷം ലൗട്ട്ന മീൻസ് റിട്ടേൺ തിരികെ വന്നതിന് ശേഷം ഉസെ അവനെ ടീമിലെ കേലിനേക്കാ ബുലാവാദിയ കളിപ്പിക്കാമെന്ന് പറഞ്ഞു കളിക്കാൻ വേണ്ടി അവനെ ക്ഷണിച്ചു
കളിയിലെ ക്യാപ്റ്റന് അവന് തിരികെ വന്നതിന് ശേഷം അവനെ കളിയിൽ കൂട്ടാമെന്ന് പറഞ്ഞു, ടീമിൽ അംഗമാക്കാമെന്ന് പറഞ്ഞു. ദെൻ ലാസ്റ്റ് പോയിന്റ്, കേശവിന് ക്രിക്കറ്റ് കാ സാമാൻ, ക്രിക്കറ്റിന്റെ സാധനങ്ങളും അവർ വൈറ്റ് ക്യാപ്പ് ദീകെ, വൈറ്റ് ക്യാപ്പ് നൽകി. നമ്മുടെ വൈറ്റ് ക്യാപ്പാണ് ചാപ്റ്ററിന്റെ പേര്. ക്രിക്കറ്റിന്റെ സാധനങ്ങളും വൈറ്റ് ക്യാപ്പും അവര് നൽകി. ഈ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഡയറിയും ലെറ്ററും ഒക്കെ പ്രതീക്ഷിക്കാം. ഇവിടെ റിഗ്രറ്റ് അടിച്ച കുട്ടി, ഒരു പശ്ചാത്താപം തോന്നിയ കുട്ടി അവന്റെ കൂട്ടുകാരൻ എഴുതുന്ന ലെറ്റർ ആവാം, അല്ലെങ്കിൽ അവൻ എഴുതുന്ന ഒരു ഡയറി ആകാം. ഞങ്ങൾ കേശവന് കളിക്കാനൊന്നും കൂട്ടിയില്ല, അങ്ങനെ ഒടുവിൽ ബിൽഡിങ്ങിൽ നിന്ന് വീണ് അവന് പരിക്ക് പറ്റി, അത് ഞങ്ങളുടെ കാരണം കൊണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറിയും ലെറ്ററും ഒക്കെ എഴുതാം. അതുമല്ലെങ്കിൽ കേശവന്റെ ഡയറിയും ലെറ്ററും പ്രതീക്ഷിക്കാം. ഞാൻ റൂഫിൽ നിന്ന് വീണു, പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയറിയോ അല്ലെങ്കിൽ കേശവന് സുഹൃത്തിന് എഴുതുന്ന കത്തോ ആയിട്ടൊക്കെ വരാം. ഇവിടെ അവന്റെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞിട്ട് അവന് ഡയറി എഴുതുമോ എന്നൊന്നും ചോദിക്കരുത്. കേശവൻ എഴുതുന്ന ഡയറി നമ്മളാണ് എഴുതുന്നത്, അതുകൊണ്ട് എഴുതും. കേശവനോട് സഹതാപം തോന്നിയ ഒരു കുട്ടി എഴുതുന്ന ഡയറി ആണെങ്കിലും ലെറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പോയിന്റ്സുകളൊക്കെ ഉൾപ്പെടുത്താം. ഇവിടെ 10ാമത്തെ പോയിന്റ് മുതൽ 15ാമത്തെ പോയിന്റ് വരെ കേശവന്റെ ഡയറി ആണെങ്കിലും റിഗ്രറ്റ് അടിച്ച കുട്ടിയുടെ ഡയറി ആണെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ്, ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ആണ് പടുകഥ, ബാത്തുചീത്ത്. ഇവിടെ പേജ് നമ്പർ 38 ലാസ്റ്റ് ഭാഗത്തായിട്ട് കേശവന്റെ പാരന്റ്സും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബാത്തുചീത്തോ അല്ലെങ്കിൽ പടുക്കഥയോ ചോദിക്കാം. അതല്ലെങ്കിൽ പേജ് നമ്പർ 37 ലാസ്റ്റ് ഭാഗത്തായിട്ട് ഗുല്ലുവിന്റെ അമ്മയും കേശവനും തമ്മിലുള്ള ഒരു കൊച്ചു സംഭാഷണമുണ്ട്. അതും ബാത്തുചീത്തായിട്ട് വരാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ മുകളിൽ കൊടുക്കാം. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്